17 മണിക്കൂറിന് ഓരോ റകഅത്ത് ഓരോ മണിക്കൂറിൽ അല്ലാഹുവിനെ ഓർക്കാനുള്ള പ്രചോദനമാകാനാണ് ഈ 17 റകഅത്തുകളെ 17 മണിക്കൂറുകൾക്ക് വേണ്ടി അല്ലാഹു 5 വഖത്തിലൂടെ നമുക്ക് സംവിധാനിച്ചത്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഈ 17 റകഅത്തുകൾ ഒരു ദിവസം നിസ്കരിക്കാത്തവനാരോ അവൻ അല്ലാഹുവിന്റെ വിചാരമുണ്ടാകൂല. അല്ലാഹുവിന്റെ വിചാരമില്ലാത്തവനാരോ അവൻ പിശാചിന്റെ അനുയായിയ. ഏത് അതിക്രമവും അവന് ചെയ്യാൻ മടിയുണ്ടാവൂല. എന്റെ ഉമ്മ, നീ നിസ്കരിച്ചത് കൊണ്ട് മാത്രം ഫലമില്ല ഉമ്മ. നിന്റെ കുട്ടി നന്നാകണമെങ്കിൽ നിസ്കാരം ചെറുതിലെ പഠിപ്പിക്കണേ ഉമ്മ. എന്റെ പിതാവെ, പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നേ 35-കാരനായ നിന്റെ മകൻ താൽക്കാലിയെപ്പോലെ നിസ്കരിക്കാതെ കഴിയുന്നുവെങ്കിൽ നിന്റെ നിസ്കാരം കൊണ്ട് നിന്റെ മകൻ നിനക്ക് അനുയോജ്യനായി വരുമെന്ന് കരുതണ്ട. പിശാചിന്റെ പിടിയിൽ അമർന്ന അഥമ മനുഷ്യനായി അവൻ അധപ്പതിച്ചു പോകും. കാരണം നിസ്കാരം 17 റകഅത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിനില്ലേ. അവന്റെ മനസ്സിനകത്ത് അല്ല എന്ന വിചാരമില്ല. അല്ല എന്ന വിചാരമില്ലാത്ത മനസ്സിന്റെ ഉള്ളറ മുഴുവനും തപസ്സിരിക്കുന്നത്, കുടിയിരിക്കുന്നത് പിശാചാ. ആ കുടിയിരിക്കുന്ന മനസ്സുകൊണ്ട് ഏത് അതിക്രമത്തിന്റെ രക്തരക്ഷസിന്റെ ആവിർഭാവമായി ഉറഞ്ഞു തുള്ളാനും ഏത് മനുഷ്യരും ഏത് കുടുംബത്തിൽപ്പെട്ടവനും ഒരു മടിയും ഉണ്ടാകൂല. അവിടെയാണ് അതിക്രമങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് തോന്നിവാസങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് പോലും ഉയർന്നു കേട്ടിട്ട് നമ്മളെ പോലുള്ളവരെ നെട്ടിത്തെരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ സദാ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഹലോ, അല്ലാഹ് അതിനാണ് ഈ 17 റകഅത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നോക്ക്, നിസ്കാരത്തിന്റെ 7 പ്രവർത്തികളുണ്ട്. നമ്മൾ നിസ്കാരത്തിന്റെ ഫർളായ 7 പ്രവർത്തികൾ. ഏതാ 7 പ്രവർത്തി? ഒന്ന് തക്ബീറത്തിൽ നിൽക്കൽ, നിന്നു. പിന്നെ ഒന്ന് റുകൂഅ്, പിന്നെ ഒന്ന് സുജൂദ്, പിന്നെ ഒന്ന് ഇടയിലെ ഇരുത്തം, പിന്നെ വീണ്ടും ഒരു സുജൂദ്, പിന്നെ അത്തഹിയാത്ത്, പിന്നെ ആദ്യം ഇഴ്തിദാല്. അത് വിട്ടുപോയി. ഇഴ്തിദാല്, റുകൂഅ്, ഇഴ്തിദാല്. അങ്ങനെ കൂട്ടി നോക്കുമ്പോ 7 പ്രവൃത്തിയുണ്ട്. 7 ഫർളുകൾ അല്ലേ? പ്രവൃത്തിയായ ഫർളുകൾ 7 എണ്ണം. ഒന്ന് നൃത്തം, ഒന്ന് റുകൂഅ്, ഒന്ന് ഇഴ്തിദാല്, ഒന്ന് സുജൂദ്, ഒന്ന് ഇടയിലെ ഇരുത്തം, ഒന്ന് അടുത്ത സുജൂദ്, ഒന്ന് അത്തഹിയാത്ത്. ഇതാണ് ഒരു റകഅത്തിലെ 7 പ്രവൃത്തികൾ. ഈ 7 പ്രവൃത്തികൾ എല്ലാ നിസ്കാരത്തിലും 7 റകഅത്തിൽ വരുന്നുണ്ട്. മയ്യിത്ത് നിസ്കാരം ഒഴിച്ച് ഫർളായ നിസ്കാരം നമ്മളെ ചർച്ച. അപ്പൊ ആ ഫർളായ നിസ്കാരത്തിലൊക്കെ വരുന്നുണ്ടത്. എന്തിനാണ് ഈ 7 പ്രവൃത്തി? എന്റെ ഉമ്മമാരെ ചിന്തിക്കാനാ, എന്റെ സഹോദര ആലോചിക്കാനാ. നിന്റെ ജീവിതത്തിലെ 7 ഘട്ടങ്ങളെ, നിന്റെ ജീവിതത്തിലെ 7 ദശകളിലേക്ക് അല്ലാഹു 7 പ്രവൃത്തികളിലൂടെ നിന്നെ കൊണ്ടുപോവുകയാ. ഒരിക്കലും നിനക്ക് അഹങ്കാരം വരില്ല. ഒരിക്കലും നിനക്ക് ഞാനെന്ന ചിന്ത വരില്ല. ഇമാം ഖസ്തല്ലാനി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉമ്മാടെ ഗർഭപാത്രത്തിന്റെ ഉള്ളറയിൽ വെച്ച് 7 ദശകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനാണ് നിസ്കാരത്തിലെ 7 പ്രവൃത്തികൾ. ഏതാണ് ആ 7 ദശകൾ? അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. നിസ്കാരം ചെറുതല്ല സഹോദര. ആർക്കാ കിബർ വരിക? ആർക്കാ അഹങ്കാരം വരിക? നിസ്കാരത്തിന്റെ 7 പ്രവൃത്തികളിലൂടെ ഞാനും നിങ്ങളും ഉമ്മാടെ ഗർഭപാത്രത്തിലെ 9.5 മാസക്കാലം കൊണ്ട് കടന്നുപോയ വളർച്ചയുടെ 7 ദശകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ആ റബ്ബിനാടാ നീ നിസ്കരിക്കുന്നത്, ആ റബ്ബിനാടാ നീ സുജൂദ് ചെയ്യുന്നത്, ആ റബ്ബിനാട് പെണ്ണേ നീ അത്തഹിയാത്തിരിക്കുന്നതെന്ന് അല്ലാഹ് പഠിപ്പിച്ചു തരേ. ഏതാ 7 ഘട്ടങ്ങൾ? വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാ
സുലാലത്തിൻ മിൻ തീൻ. മണ്ണിന്റെ അംശത്തിൽ നിന്ന് ഞങ്ങൾ മനുഷ്യരെ പടച്ചു. അല്ലാഹ് പറയേ, മനുഷ്യരെ പടച്ചത് നമ്മളാ. അതെവിടെ നിന്നാ പടച്ചത് എന്നറിയുമോ? അത് മണ്ണിന്റെ അംശത്തിൽ നിന്ന് മനുഷ്യരെ പടച്ചു. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. പിന്നെ അതിനെ കേവലം തട്ടിയാത്തിരിക്കുന്ന ആണിന്റെ ബീജത്തുള്ളിയായി പെണ്ണിന്റെ അണ്ടത്തോട് സംയോജിപ്പിക്കപ്പെട്ട തരത്തിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളറയിൽ സന്നിവേശിപ്പിക്കുന്നു. അതും നമ്മളാണെന്ന് വിശുദ്ധ ഖുർആൻ. ثم خلقنا النطفة علقة. പിന്നെ അതിനെ രക്തക്കട്ടയാക്കുന്നു, പിന്നെ അതിനെ മാംസപിണ്ഡമാക്കുന്നു, പിന്നെ അതിനെ കേവലം മസ്തിവഞ്ചരമാക്കി മാത്രം നിർത്തുന്നു. അഞ്ചാമത്തെ ഘട്ടം പ്രിയപ്പെട്ട സഹോദര, നീ എന്ത് കരുതേ? 6 ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ കണ്ണാടിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് സ്വന്തം ശരീരത്തിന്റെ നെഞ്ചിന്റെ വയറിന്റെ 6 പാക്കിന്റെ എണ്ണമെടുക്കുന്ന ചെറുപ്പക്കാരാ, അതുപോലെ തന്നെ മസിൽ പേശിയുടെ ഇഞ്ചിഞ്ചിന്റെ കണം വെച്ചുകൊണ്ട് അഭിമാനം കൊള്ളുന്ന പ്രിയപ്പെട്ട യുവാവേ, നീ ഓർത്തോ, ഉമ്മാടെ ഗർഭപാത്രത്തിന്റെ ഉള്ളറയില് ഒരു കാലം നിനക്ക് കടന്നു പോയിട്ടുണ്ട്. ഇത് അബൂ റബീഇന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയേ, കേവലം മസ്തിവഞ്ചരമായി മാത്രം അല്പം പോലും മാംസത്തിന്റെ തുണ്ടു തൊട്ടിട്ടില്ലാത്ത കേവലം എല്ലുകളും മസ്തികളും മാത്രമായി ഉമ്മാടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു 40 ദിവസത്തിന്റെ ഒരു ഘട്ടം നിനക്ക് കടന്നു പോയിട്ടുണ്ട്. ഇത് റബ്ബിന്റെ ഖുർആനാണ്. ഫകസൗനൽ ഇളാമ ലഹ്മാ. പിന്നെ അസ്ഥിപഞ്ജരത്തിന് ആവശ്യമായ മാംസങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അതിന് നല്ല കണ്ണുകീരി കൊടുക്കുന്നു, അതിന് നല്ല കവിൾ തുടിപ്പ് കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള ചെവി കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള നെഞ്ചുവീതി കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള കൈകാലുകളെ കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള ലൈംഗികാവയവം കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള കഴുത്തും പിരടിയും കൊടുക്കുന്നു, ആ ശരീരത്തിനനുസരിച്ചുള്ള തലയോട്ടിയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് 7ാമത്തെ ഘട്ടമാകുന്ന ലോകം കണ്ട 2 കാൽപാദങ്ങളെ ഭൂമിയിൽ പതിപ്പിച്ചു വെച്ചുകൊണ്ട് ശരീരത്തിന്റെ ഭാരം മുഴുവനും ആ കാൽപാദങ്ങളിൽ ബാലൻസ് ചെയ്തുകൊണ്ട് നെഞ്ചു വിരിച്ച് കടുത്തുയർത്തി നിൽക്കുന്ന ലോകത്തെ ഒരേ ഒരു മനോഹര പടപ്പാക്കി ഈ മനുഷ്യരെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് നമ്മളാണെന്ന് അല്ലാഹു തആല വിശദീകരിക്കുന്ന 7 ഘട്ടമുണ്ടല്ലോ. ഈ 7 ദശകളെ നിസ്കാരത്തിന്റെ 7 പ്രവർത്തികളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ചിന്തിപ്പിക്കേ.